രാജഗോപാൽ സർ, കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ അന്ന് ആ സമയത്ത് അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ 1 കോടിയിലേറെ ആളുകൾ മരിച്ചേനെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ യുദ്ധം വരെ നടന്നേനെ എന്ന്. ട്രംപ് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ആണവ യുദ്ധത്തിന് സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ പലരും പല റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. ട്രംപ് വല്ലപ്പോഴും മാത്രം സത്യം വിളിച്ചു പറയുന്ന ഒരാൾ കൂടിയാണ്. ഇത്തരത്തിൽ ട്രംപ് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, ലോക രാജ്യങ്ങളില് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു കഥാപാത്രമാണ് ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. അത് ഏത് സമയത്ത് എന്തെല്ലാം ഏത് രീതിയിൽ പറയും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും പിന്നെ ഒരു സൂചനകൾ പോലും കിട്ടുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ കാര്യത്തിലും അങ്ങനെ. വെനസ്വേലയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടില്ലേ, എന്ന് പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞുകളെ ഇദ്ദേഹം. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതാണല്ലോ നീതു ചോദിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് 6 ദിവസം കൊണ്ട് അത് അവസാനിച്ചു. 6 ദിവസം കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്ന സംഘർഷം പെട്ടെന്ന് അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചതിന്റെ കാരണം നമുക്കറിയാം. നമ്മുടെ ഗവൺമെന്റിന് അറിയാം, ഇന്ത്യ ഗവൺമെന്റിന് അറിയാം, അത് പരസ്യമായിട്ട് നമ്മുടെ നാട്ടുകാർക്കും അറിയാം, ലോകത്തിനും അറിയാതെ എങ്ങനെയാണ് തീർന്നെന്നുള്ളത്. അത് കൃത്യമാണ്. ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, ഇല്ലെങ്കിൽ പപ്പട കഷ്ണങ്ങളായിട്ട് വാരിയെടുക്കേണ്ടി വന്നേനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലേ? അഞ്ച് പ്രധാനപ്പെട്ട, കറാച്ചി അടക്കമുള്ള 5 നഗരങ്ങളെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ തവിട് പൊടിയാക്കിയതാണ്. അതുകൊണ്ടാണ് ആ യുദ്ധം അവസാനിച്ചത്. പക്ഷെ ട്രംപ് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്? ട്രംപ് ഇപ്പോഴും പറയുന്നത് ഞാനാണ് അവസാനിപ്പിച്ചത്, ഈ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ്, ഞാനില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞ് പലതവണ ട്രംപ് ഇത് ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി 1-2 തവണ, നമ്മുടെ ഔദ്യോഗിക വക്താക്കൾ 1-2 തവണ തിരുത്തി ഇത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞില്ലയോ, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവര് അവർക്കൊരു പ്രത്യേക മനോഭാവമുള്ളവരായിരിക്കാം. അവരെ നമ്മളൊന്നും തിരുത്തിയിട്ട് കാര്യമില്ല എന്ന് വേണേ പറഞ്ഞേച്ച് പോട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഇന്നലെ മിനിഞ്ഞാന്നവാനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വീണ്ടും വരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് അതുകൊണ്ട് 1 കോടി ആളുകൾ ആണവ യുദ്ധത്തിന്റെ ഇരയായിട്ട് മാറിയേനെ, റേഡിയേഷൻ ഇരയായിട്ട് മരിച്ചുപോയേനെയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്തിൽ ഭാഗികമായൊരു സത്യമുണ്ട് കേട്ടോ. ആ പ്രസ്താവനയ്ക്കകത്തിൽ ഭാഗികമായൊരു സത്യമുണ്ട്. ട്രംപ് പറയുന്നതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. പക്ഷേ ഈ റേഡിയേഷൻ അനുഭവിക്കേണ്ടി വരുന്ന ആളുകള് ഇന്ത്യയിൽ അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇന്ത്യക്കാരൊക്കെ തുറന്നിരിക്കുകയായിരുന്നു. അവരെല്ലാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നേതാക്കന്മാരെല്ലാം, നമ്മുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരെല്ലാം സജ്ജമായിരുന്നു. അജിത് ഡോവൽ അടക്കമുള്ളവരെല്ലാം സജ്ജമായിരുന്നു ആ സമയത്ത്. അവരെല്ലാം പൊതുവേദികളിൽ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനിലെ മേധാവികളൊക്കെ എവിടെയായിരുന്നു? പാക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവരുടെ സൈനിക മേധാവികളൊക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ വന്നല്ലോ. ആ ഭീകര സംഘടന, ഇതിനൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന ഭീകര സംഘടനയുടെ നേതാവ് അയാൾ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമില്ലേ? അയാൾ പറഞ്ഞ എന്താണ്? യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കകം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളും പ്രതിരോധ മറ്റാളുകളെല്ലാം ബങ്കറിനടിയിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ബങ്കറിൽ കയറി ഒളിച്ചു പോകുമാര്. അവർക്കറിയാമായിരുന്നു ഇന്ത്യയുടെ സൈനിക ശക്തിയെ കുറിച്ച്, അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരെണ്ണത്തിനെയും വെളിയിൽ കണ്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ യുദ്ധം ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനല്ല, ഭീകരപ്രവർത്തനങ്ങളോ അട്ടിമറിയോ ഒക്കെ നടത്താനായിട്ട് ഞങ്ങളെ കുറച്ചു പേരെ വെളിയിട്ടേച്ച് ഇവന്മാരെല്ലാം കയറി ബങ്കറിനകത്തിൽ ഒളിച്ചു എന്നാണ്. അത് ആധികാരികമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക കാര്യങ്ങൾക്കും അതേപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയുടെ നേതാവാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയാണ്. യുദ്ധം ഉണ്ടായാല് പൊളിഞ്ഞു പോകും. നമ്മൾ ആണവ മിസൈലൊന്നും നമ്മളൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട്, ഇനി അഥവാ പാകിസ്ഥാൻ അവിടെ നിന്നെങ്ങാനും തൊടുത്തു വിടാനുള്ള ഒരു ശ്രമം വല്ലതും നടത്തിയാൽ, അവിടെ നിന്നെങ്ങാനും അത് തൊടുത്തു വിടാനോ എന്തെങ്കിലും, ആണവശേഷിയുള്ള രാജ്യമാണല്ലോ, അതിന് വല്ലതും നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു, പ്രതിരോധിക്കേണ്ട സംവിധാനങ്ങളും അറിയാമായിരുന്നു. ഒരു പക്ഷെങ്കിൽ അത് പാകിസ്ഥാനിൽ തന്നെ ഒരു പക്ഷെങ്കിൽ അത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടായേനെയുമായിരുന്നു. അത് കൃത്യമായിരുന്നു. അതിന്റെ നമ്മൾ അവരുടെ ആണവ കേന്ദ്രങ്ങളുടെ സൈഡിൽ തന്നെ നമ്മൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ഭാഗികമായിട്ട് ശരിയാണ്. അത് ഭാഗികമായിട്ട് ട്രംപ് പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഒരു ഭാഗിക ശരി അയാൾ പറഞ്ഞു എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെ ആ പ്രസ്താവന അങ്ങനെ മാത്രം കണ്ടാൽ മതി. അത് ഇന്ത്യയിലൊന്നും ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രവൃത്തികളുടെ കാര്യത്തിലും.
പ്രവർത്തിയുള്ള കാര്യത്തിൽ എന്താണ്? ഇപ്പൊ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നികുതി 500% പറയുന്നത്. 500% നികുതി ഇന്ത്യക്ക് അടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ആകെപ്പാടെ ഒരു വിഭ്രാന്തി വരുന്നത് എണ്ണ കച്ചവടമാണ്. എണ്ണയിലാണ് ഇയാളുടെ മുഴുവൻ പ്രശ്നങ്ങൾ കിടക്കുന്നത്. കാരണം ലോകത്തിൽ ഡോളർ എന്നൊരു എക്സ്ചേഞ്ച്, ഒരു വിനിമയ കറൻസി അല്ലാതായിട്ട് മാറാൻ പോവുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഉണ്ടാക്കുന്ന ആഘാതം, ഉണ്ടാക്കുന്ന ആകാശം ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ള നിലയിൽ അവർക്കറിയാം. ഡോളർ തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് തോന്നുന്നത് എണ്ണയെ തൊട്ടാണ് ഇപ്പൊ അടുത്ത കളി മുഴുവൻ നടക്കുന്നത്. എണ്ണക്കളികളാണ് നടക്കുന്നത്. ആദ്യം റഷ്യക്കെതിരെ ഉപരോധം, മറ്റേ എണ്ണ നമ്മൾ ഇന്ത്യ വാങ്ങിക്കുന്നതിന് ഒരു ഉപരോധങ്ങൾ നോക്കി. അതേപോലെ തന്നെ നമ്മുടെ നികുതി കൂട്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാവുന്ന എന്തെല്ലാം പരിപാടിയുണ്ടോ അതെല്ലാം ചെയ്തു അദ്ദേഹം. പക്ഷേ ഗവൺമെന്റ് അത് വകവെച്ചില്ല. നമ്മൾ 15%, 10 മുതൽ 15% വരെ വിലക്കുറവിൽ എണ്ണ കിട്ടിയാൽ നമ്മുടെ റഷ്യയുടെ എണ്ണ നമ്മൾ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും യാതൊരു കുറവും ഇന്ത്യ വരുത്തിയിട്ടില്ല. പിന്നെ നമുക്കിപ്പോ ലോകത്തിന്റെ നമുക്ക് റിസർവ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, എത്രയോ ഒരു 10 കൊല്ലത്തേക്കുള്ള എണ്ണ ഇന്ത്യക്ക് റിസർവ് ഉണ്ട്. അപ്പൊ പിന്നെ റഷ്യയിൽ നിന്നും അമിതമായിട്ടൊന്നും വാങ്ങിക്കൂട്ടേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. അതുകൊണ്ട് മാത്രം അത് കുറച്ചതാണ്. അല്ലാതെ ഇപ്പൊ ട്രംപിന്റെ ഭീഷണി ഒന്നും കരുതിയിട്ട് ഇന്ത്യ ഒന്നും എണ്ണ റഷ്യ ഇറക്കുമതി ഒന്നും കുറയ്ക്കത്തില്ല. അപ്പൊ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. നമ്മൾ ചേർന്ന് കിടക്കുന്ന വെനിസ്വലയെ ചാടി കയറി പിടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമാണല്ലോ വെനിസ്വല എന്ന് പറയുന്നത്. അവരുടെ റിഫൈനറി മുഴുവൻ അമേരിക്കയിലും ഉണ്ട്. എണ്ണ വരുന്നത് ഇവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. അപ്പം അവരെ കയറി പിടിച്ചിട്ട് ആക്രമിച്ചു. ആ രാജ്യത്തിനെ കയറി ആക്രമിച്ച് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിന്റെ അതിന്റെ ഭരണാധികാരികളെ, അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയി അവിടെ പിന്നെ അമേരിക്ക കൊണ്ടുപോയി തടവിലാക്കിയിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കി, ഒരു പരമാധികാര റിപ്പബ്ലിക്കിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഭരണ ചുമതലയുള്ളവരെയാണ് പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിരിക്കുന്നത്. അതിനൊന്നും മടിയൊന്നുമില്ല ഇയാൾക്ക്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? ഇപ്പൊ പറയുന്നത് ഞാൻ അവർക്ക് ഒരുപാട് സഹായം ചെയ്യാൻ പോവാണ്. ഭരണാധികാരികളെ എല്ലാം അതൊക്കെ പിന്നെ അകത്താക്കിയ ശേഷം ആ രാജ്യത്ത് ഒരുപാട് 10,000 കോടി ഡോളറിന്റെ വികസന പദ്ധതികളൊക്കെ വെനസ്വേലയ്ക്ക് പ്രഖ്യാപിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇറാനാണ്. മറ്റൊരു എണ്ണ ഉൽപാദക രാജ്യമാണ്. ഇറാനിൽ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ കുറെ ദിവസങ്ങളായിട്ട് കലാപങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന ഏതാണ്ട് ഇതുവരെയുള്ള കലാപത്തിൽ 70-80 ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതൊക്കെ ഔദ്യോഗികമായിട്ട് പറയുന്നതാണ്. എത്ര പേര് മരിച്ചു എന്നറിയത്തില്ല. അതും ആണവശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരുമായിട്ടാണ് അടുത്ത പ്രശ്നം. എണ്ണ ഉൽപാദനത്തിൽ രണ്ടാമത് നിൽക്കുന്ന ഇറാനെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ അസ്വസ്ഥത വിതച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ അങ്ങ് അഴിഞ്ഞാടുകയാണ്. ആ അഴിഞ്ഞാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ വെനിസ്വലയും ഇതും കഴിഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി ഇത് മനസ്സിലാക്കിയിരുന്നു കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം വെനിസ്വലയ്ക്ക് തൊട്ടടുത്തുള്ള ഗയാനയിൽ പോയിരുന്നു. പ്രധാനമന്ത്രി പോയിരുന്ന അവിടെയുമായിട്ട് ചില കരാറുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമായിരുന്നു. ട്രംപ് വാല് പൊക്കുമ്പോഴേ എങ്ങോട്ടാ വരുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധം ആ രാജ്യവുമായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ട്രംപ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടെ, എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തേങ്ങിക്കോട്ടെ, ഈ ലോകരാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയുടെ നിലപാടുകളിലെ മാറ്റം മറിക്കാനോ ഒന്നും സാധ്യമല്ല. പിന്നെ ഈ പ്രസ്താവന കൊണ്ട് ആകെ ഉണ്ടാകാവുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് ചേരാൻ പോവാണ്. ജനുവരി ഏതാണ്ട് പകുതിക്ക് ശേഷം പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുകയാണ്. ജനുവരി 20 മുതൽ ഏപ്രിൽ വരെയോ മറ്റോ പാർലമെന്റ് സെഷൻ വരുന്നത്. ബജറ്റ് സെഷനാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ എതിരാളികൾക്ക് ഒരു ആയുധം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളെ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് വീണ്ടും ആരോപണമായിട്ട് വരാം. അങ്ങനെ സോറസിന്റെ ഫണ്ടൊക്കെ മേടിക്കുന്ന ആളുകൾക്ക് ഒരു ആരോപണം ഉന്നയിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ട്രംപിന്റെ ഈ പ്രസ്താവന കൊണ്ട് ഉപകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ച് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. സിന്ദൂർ 6 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത് നന്നായി. ഇല്ലായിരുന്നുവെങ്കിൽ 1 കോടിയിലേറെ ആളുകൾ കൊല്ലപ്പെട്ടേനെ. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും ആണവ യുദ്ധം വരെ നടന്നേനെ എന്നും ട്രംപ് പറയുകയാണ്. ട്രംപ് കൂടുതൽ പ്രതിരോധം മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്നു എന്നുള്ളതും വാർത്തകളിൽ നിറയുന്നുണ്ട്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ വെനസ്വേല അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.